സമൂഹം ആപതിച്ചുപോയ ഘോരാന്ധകാരത്തിൽ തന്നെ അവരെ നിലനിർത്തി ധാർമ്മികമായി അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പൗരോഹിത്യം തങ്ങളുടെ ജീവിത വ്യവഹാരങ്ങളെ സംരക്ഷിക്കുന്നതിനായി അധഃപതനത്തിന്റെ ഏതറ്റം വരെയും പോവാൻ സന്നദ്ധരാണെന്ന് പറയാതെ വയ്യ. സ്വന്തം മക്ബറയിലെ ഭണ്ഡാരത്തിലെ ചില്ലിക്കാശ് പോലും സംരക്ഷിക്കാൻ കഴിയാത്തയാൾക്ക് സമൂഹത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാനാവുമോ എന്ന യുക്തിപൂർവമായ ചോദ്യത്തെ പ്രതിരോധിക്കാൻ അള്ളാഹുവിനെ പോലും തള്ളിപ്പറയാൻ മടി കാണിക്കാത്ത ഈ സഖാഫിയുടെ വാക്കുകൾ കേൾക്കുക. നിങ്ങൾ അള്ളാഹുവിന്റെ സ്വന്തക്കാരല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6 അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ താഴികക്കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വന്തം ഭവനം, പള്ളിയുടെ മുഴുവൻ താഴികക്കുടകളും അടിച്ച് നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാന്മാരുടെ മക്ബറല്ലല്ലോ, അത് അള്ളാന്റെ പള്ളിയല്ലേ. എന്റെ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്കൊരു കഴിവില്ലേ? അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്രശക്തികൾ പൊളിച്ചത്. അള്ളാന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാന്റെ വീടിന് ആ പള്ളിയെക്കുറിച്ച് നമ്മൾ പറയരുത്. ബാബരി മസ്ജിദ് അള്ളാന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോൾ ആരെങ്കിലും കയ്യും കൊട്ടി നോക്കി നിൽക്കൂ. അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ? അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി. ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم كذلك زينا لكل أمة عملهم ثم إلى ربهم مرجعهم فينبئهم بما كانوا يعملون. അല്ലാഹുവിനു പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ ശകാരിക്കരുത്. അവർ വിവരമില്ലാതെ അതിക്രമമായി അല്ലാഹുവെ ശകാരിക്കാൻ അത് കാരണമായേക്കും. അപ്രകാരം ഓരോ വിഭാഗത്തിനും അവരുടെ പ്രവർത്തനം നാം ഭംഗിയായി തോന്നിച്ചിരിക്കുന്നു. പിന്നീട് അവരുടെ രക്ഷിതാവിലേക്കാണ് അവരുടെ മടക്കം. അവർ ചെയ്തുകൊണ്ടിരുന്നതിനെപ്പറ്റിയെല്ലാം അപ്പോൾ അവൻ അവരെ അറിയിക്കുന്നതാണ്.